എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വളപ്പിൽ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിൽ മൊത്തമായിട്ട് മധുരക്കിഴങ്ങ് വള്ളി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രോ ബാഗിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെ വീട്ടിൽ പറമ്പിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മൊത്തമായിട്ട് കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ആകെ ജൈവവളം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് നടുമ്പോൾ തന്നെ ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വള്ളി നട്ടു കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് കിളച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കിളച്ചെടുത്ത മണ്ണിലേക്ക് നമ്മൾ ഉണക്ക ചാണകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്കായിരുന്നു നമ്മൾ ഈ ഒരു വള്ളി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ല പോലെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. വിളവെടുപ്പ് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാനിതാ ഇതിൻ്റെ 2 വള്ളി പറിച്ചിട്ട് ഒരു ഗ്രോ ബാഗിൽ നടന്ന ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ഗ്രോ ബാഗ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നടുന്ന ഒരു രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് 2-3 വള്ളി ഇതുപോലെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന് വേര് വന്ന് തുടങ്ങും കേട്ടോ. പിന്നെ നമ്മളിതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. നമ്മൾ അല്പം വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉണക്ക ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് കോഴിവളം ഇട്ട് കൊടുക്കാം. എല്ലാം ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിൽ ഞാൻ ഇത്തിരി ചാണകപ്പൊടിയും കോഴിവളം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിലേക്ക് അല്പം വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് മണ്ണ് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഗ്രോ ബാഗിലേക്കായിട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്രോ ബാഗിൽ ഓരോ തൈ വെച്ചിട്ടും വലിയൊരു ഗ്രോ ബാഗിൽ 2 തൈ വെച്ചിട്ടാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ വലുപ്പത്തിൽ കിട്ടുന്ന കിഴങ്ങ് ഏതാണെന്ന് നോക്കാം. നമ്മൾ ഗ്രോ ബാഗിൽ നട്ടാലാണോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ പറമ്പിൽ നട്ട കിഴങ്ങിനാണോ നല്ല വലുപ്പത്തിൽ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ 3 ഗ്രോ ബാഗിലും കൂടെ ഇതുപോലെ നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ട് നോക്കുക. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നട്ടു കൊടുത്താലും മതി. നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നട്ടു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല വിളവ് നമുക്ക് കിട്ടും. നമുക്ക് കടയിൽ നിന്ന് ഇതുപോലെ കിഴങ്ങൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. നമുക്ക് ധാരാളമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ മണ്ണിൽ കുഴിച്ചിട്ടാൽ തന്നെ നമുക്ക് നല്ല വള്ളികൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ 3 നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വള്ളികളൊക്കെ കിട്ടുമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു പിടിപ്പിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ.